നമ്മള് ധാരാളം കഥകള് നമ്മള് കേട്ടിട്ടുള്ളത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ കാര്യവും ഒരു കഥയായിട്ട് മനസ്സിലാക്കാനാണ് അനേകർക്കും ഇഷ്ടം. കഥ. എന്നാൽ യേശുക്രിസ്തു ഒരു കഥാപുരുഷനല്ല, അവനൊരു ചരിത്രകാരനാകുന്നു. ചരിത്രത്തില് ഇപ്പം നമ്മൾ ഓരോരുത്തരും ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇന്ന സ്ഥലത്ത് ജീവിച്ചിരുന്നു എന്നുള്ള ഒരു ചരിത്രമാണ്. അതുപോലെ ഒരു ചരിത്രം ഉണ്ടാക്കിയ ചരിത്ര പുരുഷനായിരുന്നു യേശുക്രിസ്തു. അത് നമ്മൾ വളരെ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഒരു കഥയല്ല നമ്മൾ കേൾക്കുന്നത്. കഥയായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കേട്ടങ്ങ് പോകാം. അത് കേൾക്കാൻ നല്ല സുഖമുള്ള കാര്യമാണ്. യേശുക്രിസ്തു ഒരു ഒരു നല്ല യോദ്ധാവിനെ എല്ലാവരും കൂടെ ചേർന്ന് പിടിച്ചു, രാത്രി പിടിച്ചു. പകല് 3 മണിയായപ്പോഴത്തേക്കും അയാളെ ക്രൂശിൽ തറച്ചു എന്നുള്ളൊരു കഥ കേൾക്കുന്നത് എല്ലാവർക്കും എളുപ്പമാണ്. എന്നാൽ അതൊരു കഥയല്ല. നമ്മളിൽ ഓരോരുത്തരും ഇന്ന് ജീവിച്ചിരിക്കുന്നത് പോലെ 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു യെരുശലേമിൽ ജീവിച്ചിരുന്നു. ആ ജീവിച്ചിരുന്ന യേശുവിനെയാണ്, ആ ജീവനോടെ ജീവിച്ചിരുന്ന യേശുവിനെയാണ് ലോകക്കാർക്ക് വേണ്ടിയിട്ട് വളരെ നന്മ ചെയ്തുകൊണ്ടിരുന്ന ആ യേശുവിനെയാണ് യഹൂദന്മാര് പിടിച്ച് ക്രൂശിക്കുന്നത്. അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി. യേശുവിന്റെ ആ ജീവിത രീതി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ഒറ്റ കാരണം കൊണ്ട് അവരുടെ തെറ്റുകള് വിളിച്ചു പറയുകയും ഇത് തിരുത്തപ്പെടണം എന്നുള്ളത് അവൻ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ അവർക്കുണ്ടായ അസൂയ കൊണ്ട് അവനെ കൊല്ലുകയായിരുന്നു. ആ യേശുവിനെയാണ് നമ്മൾ ഇന്ന് കേട്ടത്. സഹോദരൻ പറഞ്ഞാൽ യേശുവുമായിട്ടൊരു മുഖാമുഖം പറയാനാണ് ഉദ്ദേശിക്കുന്നതാണ് പറഞ്ഞത്. യേശുവുമായി നമുക്ക് ദിവസവും മുഖാമുഖം ഉണ്ടാകണം. നമ്മൾ യേശുവിനെ അങ്ങനെ കാണുന്നുണ്ടോ? രാവിലെ എഴുന്നേറ്റാൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഈ യേശുവിനെ ഒന്ന് കാണാനും യേശുവുമായിട്ട് ഒന്ന് സംസാരിക്കാനും, ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണം, ഇന്ന് ഞാൻ ഏത് കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കണം എന്ന് യേശുവിൽ നിന്ന് കേൾക്കാനായിട്ട് നമുക്ക് കഴിയുമോ? യേശുവിന് കേട്ടാൽ മാത്രം മതിയോ? അല്ല, കേട്ടനുസരിക്കാൻ. യേശുവിൽ നിന്ന് കേട്ടിട്ട് അതനുസരിക്കാൻ നമുക്ക് കഴിയുമോ? അപ്പോഴേ നമ്മൾ ക്രിസ്ത്യാനികളാകുന്നുള്ളൂ, ക്രിസ്തു ശിഷ്യന്മാരാകുന്നുള്ളൂ, ക്രിസ്തുവിനെ പിൻപറ്റുന്നവരാകുന്നുള്ളൂ. നമുക്ക് ക്രിസ്തുവിനെ അനുകരിക്കുന്ന ആൾക്കാരെ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. ഇതുപോലെ യേശു ജീവിച്ചിരുന്നു മനുഷ്യന് വേണ്ടിയിട്ട്. ആ ജീവിച്ചിരുന്ന മനുഷ്യനെ കാൽവറിയില് ക്രൂശിച്ചു. ആ ക്രൂശിച്ച യേശു 3-ാം ദിവസം കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഒരു 40 ദിവസത്തോളം പിന്നെയും ഭൂമിയില് അവിടെയും ഇവിടെയായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. സ്വർഗത്തിലേക്ക് കരേറിപ്പോയി എന്നുള്ളത് മാത്രമല്ല, ഞാൻ ഈ ഉയരത്തിലേക്ക് പോകുന്നത് പോലെ നിങ്ങൾ ഇനിയും ഞാൻ വരുന്നതും കാണും എന്ന് പ്രോമിസ് ചെയ്ത കർത്താവ്. ആ കർത്താവിനെ നമുക്ക് കാണണം, നമുക്ക് അനുഭവിക്കണം, നമുക്ക് അനുഭവിച്ചറിയണം.
ആ കർത്താവിനെ നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ പ്രസന്റ് ചെയ്യണം. അതാണ് നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ യേശു സാക്ഷാൽ ഒരു മനുഷ്യനായി യെരൂശലേമിൽ ജീവിച്ചു. ആ ജീവിച്ച യേശുവിനെ യഹൂദന്മാർക്ക് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട്, അവരെ ചോദ്യം ചെയ്തതുകൊണ്ട്, അവരുടെ കള്ളങ്ങളൊക്കെ വെളിയിൽ പറഞ്ഞതുകൊണ്ട് യേശുവിനെ ക്രൂശിക്കാൻ അവര് പിടിച്ചു കൊല്ലാൻ ആദ്യം ക്രൂശിക്കണമെന്ന ഉള്ള കാര്യമല്ല അവർക്ക്. അവനെ കൊല്ലണം, ഇല്ലാതെയാക്കണം. അപ്പൊ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഒരു മാർഗം ക്രൂശായിരുന്നു. അതുകൊണ്ട് ക്രൂശിക്കണം എന്നവര് തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് അവര് വേണ്ടതെല്ലാം ചെയ്ത് യേശുവിനെ പിടിച്ചു. ആ യേശു അതിന് വഴങ്ങിക്കൊടുത്തു. യേശു തന്നെയാണ് അവരുടെ മുമ്പിലേക്ക് ചെന്നിച്ച് ചോദിക്കുന്നത്. യേശുവിനെ പിടിക്കാൻ വന്ന് നമ്മൾ വലിയവരാണെങ്കിൽ ചെന്ന് അങ്ങനെ ചോദിക്കുമോ, നിങ്ങൾ ആരെയാ അന്വേഷിക്കുന്നത്? രക്ഷപ്പെടാനുള്ള ആളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ തന്നെത്താൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കായിരുന്നു. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? നിങ്ങൾ അന്വേഷിക്കുന്നത് യേശുവിനെയാണ്. അവര് പറഞ്ഞു, യേശുവിനെയാണ് അന്വേഷിക്കുന്നത്. അത് ഞാൻ തന്നെ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആ ഇരിക്കുന്നവരെ ആരെ ഉപദ്രവിക്കേണ്ട, എന്നെ പിടിച്ചുകൊള്ളുക. ആ കൂടെയുള്ള 12 പേര്, അന്നേരം 11 പേരേ ഉള്ളൂ കൂടെ. അവരെ കാണുമ്പോ യേശുവിനെ പോലെ യുവാക്കളാവരും. അപ്പൊ ഇവരിൽ ആരാണ് എന്ന് അവർക്കറിയത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഒരാളൊക്കെ ഉണ്ടാകേണ്ടി വന്നത്. പക്ഷേ യേശു പറയുന്നത് എന്താണ്? നിങ്ങൾ അന്വേഷിക്കുന്ന ആള് ഞാനാണ്, എന്നെ പിടിച്ചുകൊള്ളുക. പക്ഷെ അത്രയും പറഞ്ഞപ്പോഴത്തേക്ക് സംഭവിച്ചെന്താണ്? ആ പിടിക്കാൻ വന്നവര് പുറകോട്ട് വീഴുകയാണ്. യേശുവിന്റെ ശക്തി ആ പിടിക്കാൻ വരുന്നവര് പുറകോട്ട് വീഴുകയാണ്. ഞാനാണ്, എന്നെ പിടിച്ചുകൊള്ളുക എന്ന് പറയുമ്പോ പുറകോട്ട് വീഴുകയാണ്. അത്രമാത്രം ശക്തനായ കർത്താവ്. ആ കർത്താവ് എന്താണ്? ഏറ്റവും ബലഹീനനായി ഒന്ന് ആ കോടതികളിലെല്ലാം ആ രാത്രിയില് പോയി. അവിടെയെല്ലാം വിധിക്കപ്പെട്ടു, വാദിച്ചു. അവിടെയെല്ലാം അവൻ ഒന്നും പറയാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ യേശു എത്ര വലിയവൻ! ആ വലിയ യേശുവിനെ നമുക്ക് കാണണം. ആ വലിയ യേശുവിനെയാണ് നമ്മൾ പിൻഗമിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ ചിന്തയിലുള്ള ഒരു യേശുവല്ല, ഈ വലിയ യേശുവിനെ, അവനെ നമുക്ക് പിൻഗമിക്കണം. അപ്പോഴും മാത്രമേ നമ്മൾ ക്രിസ്ത്യാനികളാകും. ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ. ആ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായിട്ട് നമുക്ക് തീരണം. ഈ ലോകത്തിന് നമുക്ക് ഈ യേശു ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യണം. ഇതാണ് യേശു ക്രിസ്തു എന്ന് അവർക്ക് ലോകത്തിന് മനസ്സിലാകണം. നമുക്ക് മനസ്സിലാകണം, നമ്മള് ലോകത്തിനെ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ആ യേശു എല്ലാ കാര്യങ്ങളിലും
നമുക്ക് ഒരു മുന്നോടിയായി ജീവിച്ചു. അതുകൊണ്ട് ഞാൻ എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കണം എന്നുള്ളതിന് ആർക്കും സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. ഈ യേശുവിനെ കണ്ടാവും. ഈ യേശുവിനെ കാണുമ്പോൾ നമ്മളായിരിക്കുന്ന സാഹചര്യം ഇന്നത്. അവിടെ ഈ യേശുവിനെ നമ്മൾ കാണുകയാണെങ്കിൽ യേശുവിനെ നമ്മൾ ലോകത്തിന് പ്രസന്റ് ചെയ്യാൻ കിട്ടുന്ന സമയം അതാണ്. അങ്ങനെ നമ്മൾ യേശുവിനെ പ്രസന്റ് ചെയ്യുന്നവരായി, ലോകത്തിന് പ്രസന്റ് ചെയ്യുന്നവരായി, യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവരായി നമുക്ക് ജീവിക്കണം. നമുക്ക് ക്രിസ്ത്യാനി എന്നുള്ള ഒരു പേര് ജീവിച്ചിട്ട് കാര്യമില്ല. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നവനാണ്, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവനാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും യേശുവിനെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് ഉത്സാഹിക്കണം. ആ സർവശക്തനായ യേശു ആണെങ്കിലും നമ്മളെപ്പോലെ അവന് ദാഹിച്ചു, അവന് വിശക്കുന്നു, എല്ലാ കാര്യങ്ങളും നിവർത്തിയായി എന്ന് പറയത്തക്കവണ്ണം ആ ഒരു യേശുവിനെയാണ് നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ, നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പല അവസരത്തിലും നമ്മൾ യേശുവിനെ അല്ല ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. അതിന് നമുക്കിടയായത് യേശുവിനെ തന്നെ കാണിച്ചു കൊടുക്കണം. നമ്മളെ പ്രയാസപ്പെടുത്തുമ്പോൾ, നമ്മളെ അപഹരിക്കപ്പെടുമ്പോ ഒക്കെ, അവഹേളിക്കപ്പെടുമ്പോ ഒക്കെ നമ്മളെ ഈ യേശുവിനെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ ക്രിസ്ത്യാനി എന്നുള്ള പേരിന് നമ്മൾ യോഗ്യരായിത്തീരും. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ക്രിസ്ത്യാനി എന്നുള്ള പേരിന് യോഗ്യരല്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ, നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിത്തീരും. ആ ഒരു ജീവിതത്തിലേക്ക് നടക്കണം എന്നാണ് സഹോദരൻ നമ്മളെ കേൾപ്പിച്ചത്. ക്രിസ്തു ഈ കർത്താവിനെ പ്രസന്റ് ചെയ്യുന്നവരായി ജീവിക്കണം എന്നുള്ളതാണ് നമ്മളെ കേൾപ്പിച്ചത്. അതുകൊണ്ട് നമുക്ക് അതിനു വേണ്ടിയിട്ട് ഉത്സാഹിക്കാം. ഈ കർത്താവ് നമുക്ക് നല്ലവനാണ്. ഈ കർത്താവിനെ നമുക്ക് പിൻപറ്റാം. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഉത്സാഹിക്കാം. വീണ്ടും കുറേനക്കാരനായ ശിമോനിലൂടെ ക്രൂശിനെ വഹിച്ചുകൊണ്ട് യേശുവിനെ എങ്ങനെ കാണാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രാവശ്യം കൂടെ ദൈവം നമ്മളെ കേൾപ്പിക്കാനായിട്ട് ഇടയായി തീർന്നല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ച ജോജി ബ്രദറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും അവനെ ക്രൂശ് എടുപ്പാനായിട്ട് നിർബന്ധിച്ചു എന്നുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. എന്നാൽ ലൂക്കോസ് ഇതിനെക്കുറിച്ച് എഴുതുമ്പോൾ അതിന്റെ 23, 26 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്നൊരു കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ച് യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. മറ്റു രണ്ടിടത്തും നമ്മൾ വായിക്കുന്നത് അവനെ നിർബന്ധിച്ചു, ക്രൂശ് എടുക്കാനായിട്ട് നിർബന്ധിച്ചു. ഞാൻ അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു കാര്യം, യേശുവിനെ അനുഗമിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ സ്വാഭാവിക മനുഷ്യന്, അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നത്. പലതും നമ്മൾ നിർബന്ധപൂർവ്വം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് യേശുവിനെ ഒരാൾ അനുഗമിക്കുമ്പോൾ, യേശുവിന്റെ മാർഗത്തെ അനുഗമിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ വെടിയാനായിട്ട് നമുക്ക് കഴിയണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷപൂർവ്വം പിന്നീട് അത് എടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. നിർബന്ധപൂർവ്വം ഞാൻ ആ ഒരു വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഇത് ക്രൂശിന്റെ പാതയാണ്. താങ്കൾ ഇവിടെ പറഞ്ഞതുപോലെ ഇത് അപമാനത്തിന്റെ ക്രൂശ്, അവഹേളനത്തിന്റെ ക്രൂശ്, പരിഹസിക്കപ്പെടുന്ന ക്രൂശ്,
അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ഡാനിയിലോട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് പ്രഘോഷിപ്പിക്കപ്പെടുന്ന സുവിശേഷങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്ക് എന്താണ് പറയുന്നത്, ഭൗതികമായിട്ട് എന്ത് നൽകും. ഒരുപക്ഷെ ചിലർക്ക് അത് കിട്ടുമ്പോൾ നമ്മൾ പോകുന്ന ഈ മാർഗത്തില് നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളില്ലാതെ വരുമ്പോൾ അവിടെ നമുക്കുണ്ടാകുന്ന ഒരു ഒരു അപമാനത്തിന്റെ അല്ലെങ്കിൽ കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നില്ല എന്നുള്ള ഒരു കാര്യങ്ങളെ മറ്റുള്ളവർ നമ്മളോട് പറയുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഉള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ക്രൂശ്, ഇതെല്ലാം ഈ ഒരു കാര്യം ചില കാര്യങ്ങളിലൂടെ നമ്മൾ നിർബന്ധപൂർവം നടന്നെങ്കിൽ മാത്രമേ ആ ഒരു യേശുവിന്റെ ആ ആ ഒരു പാതയിലൂടെ പോകാനായിട്ട്. കാരണം തുടക്കത്തിൽ ഞാൻ ക്രിസ്തീയത്തിന്റെ തുടക്കത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മൾ യേശുവിനെ ഒരുപക്ഷെ കണ്ട് കേട്ടറിഞ്ഞു. ഞാൻ ചിന്തിക്കുന്നില്ല കുറേനക്കാരൻ അവിടെ ആകസ്മികമായിട്ട് വന്നുപെട്ടതാണ്. കാരണം പിതാവ് ആകർഷിക്കാതെ ആരും പുത്രന്റെ അടുക്കത്തിലേക്ക് വരികയില്ല. അത് പിതാവിന്റെ ഒരു മുൻനിർണയപ്രകാരം കുറേനക്കാരനായ ശീമോനെ കർത്താവിനെ കാണുവാനായിട്ട് പിതാവായ ദൈവം ഇടയാക്കിയ ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് അവനെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തു. അത് കർത്താവിന്റെ ഒരു തിരഞ്ഞെടുപ്പാണ്. ആ ശിഷ്യന്മാരെയൊക്കെ തിരഞ്ഞെടുത്തതുപോലെ ദൈവം യേശുവിന്റെ ക്രൂശ് ചുമക്കാൻ വേണ്ടി കുറേനക്കാരനായ ശിമോനെ തിരഞ്ഞെടുത്തതാണ്. അപ്പൊ അത് നിർബന്ധപൂർവമാണ് ഒരുപക്ഷെ ആദ്യം അങ്ങനെ സംഭവിച്ചതെങ്കിലും പിന്നീട് നമ്മൾ അവിടെ കാണുന്നു ക്രൂശ് ചുമപ്പിച്ച് യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. യേശുവോട് ഒരുപക്ഷെ വീട് കാണും പട്ടാളക്കാരൻ അല്ലെ ശതാധിപൻ പറഞ്ഞു കാണും, നീഞ്ഞു വന്നേ ക്രൂശ് എടുത്ത് ഈ തടി എടുത്തുകൊണ്ട് പോകാൻ പറയുമ്പോൾ അവൻ നിർബന്ധിച്ചാണ് അത് എടുക്കുന്നതെങ്കിലും ഒരുപക്ഷെ യേശുവിന്റെ മുന്നേ വേണമെങ്കിൽ പോവാം, ഇതെങ്ങനെങ്കിലും അവിടെ കൊണ്ടിട്ട് എനിക്ക് എന്റെ പണിക്ക് പോകാം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ മുന്നേ വേണേൽ നടന്നു പോവാം. നിർബന്ധപൂർവ്വം നമ്മൾ ഈ പിള്ളേരോടൊക്കെ ചില കാര്യങ്ങൾ പറയത്തില്ല, അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ചെയ്യുന്ന കാര്യം അവരുടെ മുഖവും അവരുടെ ആ പെരുമാറ്റം കാണുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചെരുപ്പവും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. കളിച്ചോണ്ടിരിക്കുമ്പോൾ വിളിച്ചിട്ട് വീട്ടിലെ കാര്യം ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ഇഷ്ടമല്ല. അവർ നിർബന്ധപൂർവ്വം ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടിയാണ് ഈ ചെയ്യുന്നത്. എങ്ങനെങ്കിലും ഇത് ഒന്ന് പൂർത്തിയാക്കിയിട്ട് മറ്റേ പണിക്ക് പോകാം എന്നുള്ള. അതുപോലെ ആയിരിക്കും ഒരുപക്ഷെ ഇവന്റെ പിന്നാലെ ഇത് നടക്കുവാനായിട്ട് ഇടയാക്കത്തുള്ളൂ. കാരണം പിന്നാലെ നടന്നെങ്കിൽ മാത്രമേ യേശു തിരിഞ്ഞു നോക്കുമ്പോൾ ആ മുഖം കാണുവാനായിട്ടും അവൻ പറയുന്ന സ്വരം കേൾക്കുവാനായിട്ട് ഇടയാകത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഇപ്പോഴും മുന്നേ നടന്നിട്ട് യേശു പുറകെ വന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സഹായിച്ചു തരണം. കാരണം നമ്മളെപ്പോഴും കാണല്ലോ, നമ്മുടെ ഒരു ഇഷ്ടം അത് തിരഞ്ഞെടുത്തേച്ച് പറയും യേശു എൻ്റെ കൂടെ വരണം, അതാണ്. പക്ഷെ ഈ മാർഗം എന്ന് പറയുന്നത് അതല്ല. ഇത് ക്രൂശ് ചുമന്നിട്ട് അവനെ അനുഗമിക്കാനായിട്ടും അവന്റെ തകർക്കപ്പെട്ട ആ രൂപം അത് അല്ലേ നമ്മളൊരു പാട്ടുകാരൻ പാടുന്നുണ്ട്, കണ്ടാലോ ആളറിയുകയില്ല, ഉഴവുചാൽ പോലും ഉഴുതിയിടുന്ന രക്തം വാർന്നൊഴുകുന്ന. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ജോജിബർ അവനെ കുറിച്ച് പറയുമ്പോൾ അല്ലേ, അവന് നമ്മള് എനിക്കറിയത്തില്ല എത്ര പേര് ഒരു ഉപവാസം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ നോർമൽ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴോ ഒക്കെ ഇരിക്കുമ്പോഴോ നമുക്കുണ്ടാകുന്ന ഒരു പരവേശം, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊക്കെ മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് അതിലും ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തില് നമുക്കൊരു ദിവസം ഇത് ജീവിതത്തിന്റെ വെള്ളവും രക്തവും ഒക്കെ വാർന്നൊഴുകിയിട്ട് അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുദിനം. ഞാൻ ഈ ശിമോനെ കുറിച്ച് വായിച്ചുകൊണ്ടിരുന്ന എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് മറ്റൊരു ശിമോനെ കാണുന്നുണ്ട്. അവിടെ വേറൊരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 36 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പരീശനായിട്ടുള്ള ഒരു ശിമോൻ എന്ന് പറയുന്ന ഒരാൾ താഴെ അവരുടെ പേര് പറയുന്നുണ്ട്. അവനെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. അവിടെ പാപിയായ, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാം, പാപിയായ സ്ത്രീ വരുന്നു. അപ്പൊ അവിടെ ഞാൻ ആ കാര്യങ്ങൾ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ശിമോൻ യേശുവിനെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു, യേശു പറയുന്നത് കേൾക്കാനായിട്ട് വിളിച്ചു, ഭക്ഷണം കൊടുത്തു, കൂട്ടത്തിൽ കുറെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടാകാം. വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അവനെ നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥമായിട്ടും യേശുവിനെ അവനെ കണ്ടതായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ അവിടെ വന്ന ആ സ്ത്രീ ആ യേശുവിനെ കാണുന്നു. അവൾ തന്റെ ഏറ്റവും വിലയേറിയതായിട്ടുള്ള ആ ഒരു കാര്യം യേശുവിന് വേണ്ടി അവിടെ നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അവിടെ യേശു ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് 40-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ശിമോനെ, നിന്നോടൊന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്നവൻ പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തിന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുത്തിന് 500 വെള്ളിക്കാശും മറ്റവൻ അവന് 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലാകിയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. യേശുവിന്റെ ചോദ്യം അവിടെ എങ്ങനെയാണ് പറയുന്നത്? എന്നാൽ അവനിൽ ആർ അവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവനെന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശിമോൻ പറഞ്ഞു.
ശിമോന്റെ ജീവിതത്തില് അവന് വലിയ വലിയ കാര്യങ്ങളൊക്കെ കർത്താവിന് വേണ്ടി ചെയ്തു. ഒരുപക്ഷെ നമ്മളും നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പ്രാർത്ഥന നടത്തുന്നുണ്ടാകാം. ദൈവമക്കളെ വിളിച്ച് നമ്മള് ഒരുമിച്ച് ദൈവസ്ഥ പറഞ്ഞ പോലെ ദിവസം വായിക്കുന്നുണ്ടാകാം, പാട്ട് പാടുന്നുണ്ടാകാം, സാക്ഷ്യം പറയുന്നുണ്ടാകാം. എന്നാൽ യഥാർത്ഥമായിട്ടും യേശുവിന്റെ ആ തകർക്കപ്പെട്ട ആ ജീവിതത്തെ കാണുവാനായിട്ട് നമുക്ക് ഇടയാകുന്നുണ്ടോ? അതോ ഈ ശിമോനെ പോലെ അവിടെ വരുന്നവരെയൊക്കെ ഇങ്ങനെ വിധിച്ച് അവളെക്കാട്ടും ഞാൻ മെച്ചമാണ്, എന്റെ ജീവിതം മെച്ചമാണ്, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് മതി എന്നുള്ള ആ ഒരു സംതൃപ്തിയിൽ നമ്മളായിരിക്കണോ? അതോ തന്റെ ജീവിതത്തെ മുഴുവനും, അവൾ സമ്പാദിച്ചതിനെ മുഴുവനും കർത്താവിനായിട്ട് നൽകുന്ന ആ ഒരു സ്നേഹത്തെ അധികം വിളച്ചു കിട്ടി? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ നോക്കുക. നമുക്ക് എത്രയോ കാര്യങ്ങൾ ദൈവം ഇപ്പോഴും, കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ, നമ്മളോട് ഇന്നും ദയ കാണിച്ച് ദീർഘക്ഷമ കാണിച്ച് മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന അവന്റെ സ്നേഹം, ആ സ്നേഹത്തെ കണ്ടുകൊണ്ട് എന്റെ ദൈവമേ, എനിക്ക് ഇന്നും അത് ഇളച്ചു കിട്ടിയല്ലോ, അതുകൊണ്ടാണല്ലോ ഒരു അവസരം കൂടെ തന്നുകൊണ്ട് നിന്റെ സ്നേഹത്തെ കാണുവാനായിട്ട് എനിക്കൊരു ഇടയാക്കിയത് എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ആയിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവനെ ദിനംപ്രതി കാണുവാനായിട്ട് നമുക്ക് അവന്റെ സ്നേഹം നമുക്ക് അവന് എന്തിനു വേണ്ടിയാണ് നമുക്ക് തകർക്കപ്പെട്ടത്? മറ്റൊന്നും നമുക്ക് നൽകാൻ വേണ്ടിയല്ല, നമുക്ക് ഈ അവന്റെ ഒരു ജീവൻ നൽകാൻ വേണ്ടി, നമ്മെ അവനോടുകൂടി ചേർത്ത് പണിയാൻ വേണ്ടി. അത് ഈ ക്രൂശിന്റെ പാതയിലൂടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെ, നാൾതോറും ക്രൂശെടുക്കുക എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും കർത്താവിനെ കാണണം. നമ്മൾ ഗുരുലേഖനത്തിൽ വായിക്കുന്നവർ, ഞാൻ വാക്യ സമയത്തിന്റെ കുറവുണ്ടല്ലോ, യേശുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടണമെങ്കിൽ യേശുവിന്റെ മരണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ വഹിക്കേണ്ടവരാണ്. അവിടെ കഷ്ടത, ഉപദ്രവം, ബുദ്ധിമുട്ട്, ചില സാധനങ്ങൾ നമ്മൾ വീണു പോകുന്ന അവസ്ഥയിലൊക്കെ വരും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇടുങ്ങിയിരിക്കാതെ, നിരാശപ്പെട്ടു പോകാതെ, ബുദ്ധിമുട്ടി പോകാതെ, വീടുകൾ ഞാൻ നശിച്ചു പോയി എന്ന് പറയാനായിട്ട് ഇടയാകാതെ, ആ യേശുവിന്റെ ജീവൻ എന്റെ ശരീരത്തിൽ വെളിപ്പെടണമെങ്കിൽ അവിടെയാണ് നമ്മൾ കർത്താവിനെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ മധ്യത്തില്, അല്ലെ പ്രതികൂലങ്ങളുടെ മധ്യത്തില്, അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴൊക്കെ അവിടെയൊക്കെ കർത്താവിന്റെ മുഖത്തെ കാണുവാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നിരാശപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. അവിടെ സന്തോഷപൂർവ്വം കർത്താവിനെ അനുഗമിക്കാനായിട്ട് ഈ ജോജിബർ പറഞ്ഞപ്പോൾ പറഞ്ഞ ആ ഒരു തിരിഞ്ഞു നോട്ടത്തിൽ അനേകരെ തിരിഞ്ഞു, നമ്മളെ ഒരു പ്രാവശ്യം ജീവൻ നോക്കി നമ്മൾ അത് കണ്ടുകൊണ്ടാണ് അല്ലെ പോയ വഴിയിൽ അല്ലെങ്കിൽ എവിടെങ്കിലും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയി കൊണ്ടിന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്തായിരിക്കും ദൈവം നമ്മളെ ഒന്ന് നോക്കിയത്. ആ ഒരു നോട്ടം അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വീണതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ കാണുവാനായിട്ടും ആ ജീവിതത്തെ കർത്താവിനെ സമർപ്പിക്കാനായിട്ടും ഒക്കെ ദൈവം ഇടയാക്കിയത്. ഇന്നും ദൈനംദിന ജീവിതത്തിൽ ഈ ക്രൂശിന്റെ പാതയിലൂടെ അല്ലാതെ നമുക്ക് കർത്താവിനെ കാണുവാനായിട്ട് കഴിയുകയില്ല. ആ ഒരു പാത നമ്മൾ സന്തോഷപൂർവ്വം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ, കാരണം യേശുവിനെ അനുഗമിക്കണമെങ്കിൽ ഈ ക്രൂശിന്റെ പാതയിലൂടെ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ സന്തോഷപൂർവ്വം ഇടയാക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മളതിനെ സഹായിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളതിനെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിലൂടെയും കർത്താവിനെ മറ്റുള്ളവർ കാണുവാനായിട്ട്. കാരണം അവന്റെ കുടുംബത്തെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടു, അവരുടെ മക്കളെ കുറിച്ച് കേട്ടു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ ഈ ഒരു പാതയിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. അവന്റെ ജോജികൾ പറഞ്ഞല്ലോ, അവന്റെ പിന്നീടുള്ള പദ്ധതികള്, സ്വന്തം ഇഷ്ടം അതൊക്കെ വിട്ടുകളഞ്ഞു. പിന്നീട് അവന് ദൈവത്തിന്റെ ഇഷ്ടം, യേശുവിന്റെ ഇഷ്ടമാണ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് അത് പരിശുദ്ധാത്മാവ് അത് ഈ വചനത്തിലെ രേഖപ്പെടുത്തി നമുക്ക് അതൊരു വെളിച്ചമായിട്ട് നിൽക്കുവാനായിട്ടൊക്കെ ദൈവം ഇടയാക്കുന്നത്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യമാണ്. അപ്പൊ അധികം ഇളച്ചു കിട്ടിയത് കൊണ്ട് അധികം സ്നേഹിക്കുവാനായിട്ട് ആ ഒരു കാര്യമാണ്. കാരണം കർത്താവിനെ അവൻ കണ്ടു, കർത്താവിന്റെ തകർക്കപ്പെട്ട ആ ഒരു മുഖത്തെ കണ്ടപ്പോൾ അവന്റെ ഹൃദയം ഒരുപക്ഷെ തകർന്നു പോയി കാണും. ആ ഒരു നോട്ടം അവന്റെ ജീവിതത്തെ സ്പർശിച്ചു കാണും. അങ്ങനെ അവന് കർത്താവിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകാനായിട്ട് ദൈവം അവനെ ഇടയാക്കിയെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ഈ നല്ല ഒരു പദവി, അല്ലെ, കർത്താവിന്റെ വഴിയിലൂടെ നടക്കുക എന്ന് പറയുന്നത് ഒരു മഹത്തായ പദവിയാണ്. അത് കർത്താവ് ആന്തരികമായിട്ടുള്ള ക്രൂശ് സഹിച്ചു എന്ന് നമുക്കറിയാം. എന്നാൽ അവൻ നമുക്ക് വേണ്ടി ആ ഒരു കഷ്ടത അനുഭവിച്ചത് അതെന്നെയും നിങ്ങളെയും വീണ്ടെടുക്കാനെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തില് എന്നും ഓരോ ദിവസവും, അത് നമുക്കറിയാം, നമ്മൾ കൃത്രിമേശ്വരം നടത്തുമ്പോഴവന്റെ മരണ
പുനരുത്ഥാനങ്ങളെയൊക്കെ ഓർക്കുക എന്നുള്ളത് അതല്ല, അതിലുപരി നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കർത്താവെ, നീ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടതുകൊണ്ട്, നുറുക്കപ്പെട്ടതുകൊണ്ട് എനിക്ക് ഇന്ന് ഒരു ജീവൻ ലഭിച്ച് എൻ്റെ ആ ഒരു പാപത്തെ ഒക്കെ നീ കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിച്ച് ഒരു ജീവൻ എനിക്ക് മറ്റുള്ളവർ കൂടെ അവനിൽ ഉണ്ടായിരുന്ന ആ ജീവൻ, അവനിൽ ജീവൻ ഉണ്ടായിരുന്ന ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആ ജീവൻ എന്നിൽ ഉയരുവാനായിട്ട് ദൈവമേ സഹായിക്കണേ എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവനെ കണ്ടതിനെ കുറിച്ച്, കർത്താവിന്റെ ദർശനം, അതിനെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 15:6 മുതൽ 15-ാമത്തെ അധ്യായത്തില് യേശുവിനെ കുറിച്ച് സാക്ഷ്യമായിട്ട് പറയുന്നുണ്ട്. അതിനെ ആറാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ 4-ാമത്തെ വാക്യം തൊട്ട് വായിക്കാം. അതിനല്ല 3 തുടങ്ങുന്നത്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കവരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്ക് പ്രത്യക്ഷനായി. അപ്പം ക്രിസ്തുവിന്റെ ദർശനം ലഭിച്ച വ്യക്തികളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ എനിക്കും അവന്റെ ദർശനം കിട്ടി. നമുക്കറിയാം പൗലോസിന്റെ ജീവിതത്തില് യേശുവിന്റെ ദർശനം ലഭിച്ച ശേഷം പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ രൂപാന്തരം എത്ര വലിയ ഒരു രൂപാന്തരമായിരുന്നു. നമ്മൾ വീണ്ടും ഫിലോമോന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഈ പൗലോസ് തടവിലായിരിക്കുന്ന സമയത്ത് എഴുതിയ ലേഖനമാണ് ഫിലോമോൻ. അവിടെ ഒരു വ്യക്തി ഒനേസിമോസ്, ആ ഒനേസിമോസിന് യേശുവിനെ കണ്ടെത്താൻ തക്കവണ്ണം ഇടയായി. ആ ലേഖനം ഫിലോമോന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ ഒനേസിമോസിനെ ഫിലോമോന്റെ അടുത്തേക്ക് അയക്കുമ്പം പൗലോസ് എഴുതുന്ന ആ ലേഖനമാണ്. അവിടെ ഫിലോമോൻ യേശുവിനെ കണ്ടെത്തി, ഫിലോമോന് യേശുവിന്റെ ദർശനം ലഭിച്ചു. അതുപോലെ ഫിലോമോന്റെ അടുത്ത് നിന്ന് ഓടിപ്പോയിരുന്ന എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കഥ അറിയാമെന്ന് തോന്നുന്നു. ഫിലോമോന്റെ അടുത്ത് നിന്ന് ഓടിപ്പോയിരുന്ന അടിമയായ ഒനേസിമോസിന് യേശുവിന്റെ ദർശനം ലഭിച്ചു. അവന്റെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടായി. അവൻ തടവിൽ വിടുവിക്കപ്പെട്ടു. അതിനുശേഷം പൗലോസ് അവനെ തിരികെ ഫിലോമോന്റെ അടുത്തേക്ക് അയക്കുമ്പം എഴുതുന്ന ലേഖനമാണിത്. അവിടെ 10-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ, ഫിലോമോൻ 10 തൊട്ട് വായിക്കുമ്പം, തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ മുമ്പേ നിനക്ക് പ്രയോജനം ഇല്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനം ഉള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷം നിമിത്തമുള്ള തടവിൽ എന്നെ സൂക്ഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എൻ്റെ അടുക്കൽ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെ അല്ല, മനസ്സോടെ ആകേണ്ടതിന് ഞാൻ നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സിലായിരുന്നു. അവൻ അല്പകാലം വേറിട്ട് പോയത് അവൻ സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കേണ്ടതിന് ആയിരിക്കും. അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്കും പ്രിയനെങ്കിലും നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്രയധികം. ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെ പോലെ ചേർത്ത് കൊള്ളുക. ഇതിന് ശേഷം പൗലോസ് പറയുന്നതാണ്, അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടപ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക. പൗലോസ് എന്ന ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നെ തന്നു തീർക്കാം. നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടംപെട്ടിരിക്കുന്നുവെന്ന് ഞാൻ പറയണമെന്നില്ലല്ലോ. അതേ സഹോദര, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. അപ്പം ഞാനത് വായിച്ചപ്പം കർത്താവിനെ കണ്ട വ്യക്തികള് അവരിൽ നിന്ന് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, കർത്താവ് ഇത് തന്നെ പറയുന്നേ, എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു, അല്ലേ? അപ്പൊ നമ്മുടെ ജീവിതത്തില് കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടി
അത് നമ്മുടെ ജീവിതത്തിന്റെ രൂപാന്തരമായി. ഇനി നമുക്ക് അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. അതൊരു സാക്ഷ്യമായിട്ട് മറ്റുള്ളവരുടെ അടുത്ത് കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന. നമ്മൾ നോക്കുമ്പോൾ ഓരോരുത്തരും ഫിലോമോൻ ഇനി കർത്താവിൽ ഒരനുഭവം വേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പം ആ കർത്താവിനെ ഫിലോമോനാണ് ഒനേസിമോസിന്റെ അടുത്ത് കാണിച്ചു കൊടുക്കേണ്ടത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം കർത്താവിനെ കണ്ടുമുട്ടി നമ്മുടെ ജീവിതത്തിലുണ്ടായ രൂപാന്തരം ഇനി നമ്മൾ മറ്റൊരാൾക്ക് യേശുവിനെ കണ്ടുമുട്ടാൻ തക്കവണ്ണമുള്ള ഒരു ജീവിതത്തിന്റെ രൂപാന്തരം നമ്മൾ ഉണ്ടാവണം. പൗലോസ് ഒനേസിമോസുമായിട്ടുള്ള ബന്ധത്തിൽ അത് സംഭവിച്ചു, ഫിലോമോനുമായിട്ടുള്ള ബന്ധത്തിൽ അത് സംഭവിച്ചു. ഇനി ഒനേസിമോസ് ഫിലോമോന്റെ വീട്ടിൽ ചെല്ലുമ്പം പൗലോസ് ആഗ്രഹിക്കുകയാണ് ആ ഒരു കർത്താവിനെ കണ്ട അനുഭവം ഫിലോമോനിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്, അല്ലെ? ഇനി ഈ ലേഖനം ഫിലോമോൻ വായിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ഇത് എഴുതുന്ന ആ ഭാഗത്ത് നിന്നാണ് നമ്മൾ ചിന്തിച്ചത്. ഇനി നമ്മൾ ഇതേ ഭാഗം നമ്മൾ ഫിലോമോൻ ഇത് വായിക്കുകയാണ് എന്നുള്ള രീതിയിൽ അത് വായിച്ചു നോക്കിയേ. ഫിലോമോൻ ഇത് വായിക്കുകയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്കിനും നമുക്ക് എന്ത് മനസ്സിലാവും? പൗലോസ് ഇങ്ങനെ എഴുതി, നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളുക. ആ ഒരു കാര്യത്തില് അപ്പം ഒനേസിമോസ് ഓടിപ്പോയ അടിമയാണ്, എന്തൊക്കെയോ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, മോഷ്ടിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്. എന്നാൽ ഇപ്പം പൗലോസ് എഴുതുകയാണ്, പൗലോസ് ഇങ്ങനെ എഴുതി. അപ്പം ഇപ്പൊ ഒനേസിമോസ് ഫിലോമോൻ ഇത് വായിക്കുകയാണെങ്കിൽ എന്നെ പോലെ ചേർത്തുകൊള്ളുക എന്ന് പറയുമ്പം ആ ചെയ്യുന്ന പ്രവൃത്തി ഫിലോമോന് അപ്പോസ്തലനുമായിട്ടുള്ള ബന്ധത്തില് എത്ര ആഴത്തിലായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലേ? അതുപോലെ പിന്നെ എഴുതുകയാണ്, അവൻ അന്യായം വലുതും ചെയ്തിട്ടുണ്ടെങ്കിൽ കടംപെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ട് കൊടുക്കുക. ഇത് പൗലോസ് ഫിലോമോനോട് പറയുമ്പം ഫിലോമോൻ ഇത് വായിക്കുകയാണെങ്കിൽ എന്തർത്ഥത്തിലായിരിക്കും അത് ഫിലോമോൻ ഉൾക്കൊള്ളുക? കർത്താവ് നമ്മളോടെ പറയുന്ന പോലെ തന്നെയല്ലേ? അപ്പം നമ്മൾ മറ്റുള്ളവരെ കരുതുന്ന കാര്യത്തിലും കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിലും നമ്മൾ ആ കർത്താവിനെ കാണിച്ചു കൊടുക്കേണ്ടത്, അതിനെക്കുറിച്ച് പെട്ടെന്ന് ഞാനിത് വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നമ്മൾ കർത്താവിനെ കണ്ടു എന്ന് പറയുമ്പം നമ്മൾ കർത്താവിനെ കണ്ടവരാണെന്നുള്ള ബോധ്യം നമ്മളെ കാണുന്നവർക്കും കൂടെ കിട്ടത്തക്ക വിധത്തിൽ നമ്മളിൽ നിന്നൊരു പ്രവൃത്തി കർത്താവ് ആഗ്രഹിക്കുന്നു, നമ്മളെ നടത്തിയവർ ആഗ്രഹിക്കുന്നു. ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഞാനും ആ കാര്യത്തിൽ അധികമായിട്ട് മുമ്പോട്ട് പോകാൻ തക്കണം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. വെള്ളിയാഴ്ച മുതൽ ഈ കാര്യങ്ങള് ശ്രദ്ധിക്കായിരുന്നു. ഞാൻ വിചാരിക്കായിരുന്നു നമ്മൾ കേട്ട പോലെ നമ്മുടെ വ്യക്തി ജീവിതവുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് കുറേനേക്കാരനെ ഷിമോൻ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ എന്നെ പറ്റി തന്നെ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യം ഞാൻ പല സമയങ്ങളിൽ ഓർത്തിട്ടുണ്ട്. അത് യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ഇതിനൊരു ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ ഇതിന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് രക്ഷിക്കപ്പെടണമെന്നോ യേശുവിനെ അന്വേഷിക്കണമെന്നോ എന്ന് വിചാരിച്ചിരുന്നതല്ല. എന്നാൽ നമ്മൾ വായിക്കുന്ന പോലെ പത്രോസിനോട് പറഞ്ഞ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞ പോലെ കർത്താവ് നമ്മളെയും പല സമയങ്ങളിലും പല ഭാഗത്തുനിന്നും പിടിച്ചു. നമ്മളിപ്പം വേറെ വായിച്ച പോലെ സീസ്ഡ് ഹിം, ആ ഇംഗ്ലീഷിൽ ആ വാക്യം വരുന്നത് പിടിച്ചു എന്നല്ല, സീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ അത് ബലമായിട്ട് ഒരാളിനെ പിടിച്ചൊരു കാര്യത്തിലാക്കുക. വീണ്ടും പറഞ്ഞു യേശുവിന്റെ പിന്നാലെ പോകുവാൻ നിർബന്ധിച്ചു, മുന്നിലല്ല, യേശുവിന്റെ പിന്നെ ആ ഒരു ഞാൻ വിചാരിക്കുന്നത് യേശുവിനെ പിതാവ് ഈ ഒരു കാര്യത്തിനായിട്ട് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കുറേനേക്കാരനെ ഷിമോനെയും ദൈവം തന്റെ അനാദി നിർണയത്തില് ഈ ഒരു കാര്യത്തിനായിട്ട് വിളിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മളെയും ഓരോരുത്തരെയും യേശുവിനെ പിൻപറ്റാനായിട്ട്
ദൈവം നമ്മളെ വിളിക്കുന്നത്. അപ്പം ഇതിന് പറഞ്ഞ പോലെ ഈ ഒരു കാര്യത്തിന് പലപ്പോഴും തടസ്സമായിട്ട് നിൽക്കുന്നത്, സന്ദീപ് പറഞ്ഞ യേശുവിനെ കാണാനായിട്ട് പലപ്പോഴും തടസ്സമായിട്ട് നിൽക്കുന്ന നമ്മുടെ ഒരു നമ്മുടെ ജഡം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനയെ പറ്റിയും ഞാൻ എൻ്റെ ജീവിതത്തെ പറ്റി, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ക്രിസ്തീയ ജീവിതത്തെ പറ്റി ഞാൻ പലപ്പോഴും ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മളെപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ഈ ഒരു ഇടപാടിനെയാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ക്രിസ്തീയതയുമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഞാൻ എന്തോ ചെയ്തു, ഞാൻ അവിടെ പോയി, ഞാൻ ഇവിടെ പോയി എന്ന് പറയുന്നത്. എന്നാൽ വാസ്തവത്തിൽ നമ്മള് ആക്സ് 20, അപ്പോസ്റ്റൽ പ്രവൃത്തി 20-24 സാജുബേർ ഒന്ന് വായിച്ചായിട്ട് എൻ്റെ ഓർമ്മ. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഇംഗ്ലീഷിൽ അത് കുറച്ച് അല്പം കൂടെ ക്ലിയർ ആയിട്ട്, ബട്ട് ഐ ഡു നോട്ട് കൺസിഡർ മൈ ലൈഫ് ഓഫ് എനി അക്കൗണ്ട് ആസ് ഡിയർ ടു മൈസെൽഫ്. ഇന്നെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അപ്പോസ്തലനെ സംബന്ധിച്ച് നമ്മളിപ്പം ഈ ബിനുബർ പലപ്പോഴും കേട്ടു പൗലോസിനെ കർത്താവ് കണ്ടെത്തിയ കാര്യമൊക്കെ പറഞ്ഞപ്പം അന്ന് കർത്താവിന് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്തെന്ന് പറയുന്ന പോളിനെ സംബന്ധിച്ച് താനായിരുന്നു തനിക്ക് ചുറ്റുമായിരുന്നു തന്റെ കാര്യങ്ങളൊക്കെ. എന്നാ അതിനുശേഷം ഇപ്പം ഈ അപ്പോസ്തലർ 24 വരുമ്പം അവിടെ നമ്മൾ കാണുന്നത് ഐ ഡോണ്ട് കൺസിഡർ. ഇപ്പം ഞാൻ എന്നെ അത്ര ഇപ്പൊ ഞാനല്ല എൻ്റെ പ്രയോറിറ്റി സെറ്റിംഗ്. നമ്മൾ പറഞ്ഞ പോലെ എന്റെ പ്രയോറിറ്റി സെറ്റിംഗിൽ ഒരു വ്യത്യാസം വന്നു, എന്റെ മുൻഗണനയിൽ ഒരു വ്യത്യാസം വന്നു. ഞാൻ യേശുവിനായിട്ട് ജീവിക്കും. യേശുവാണ് എൻ്റെ ഏറ്റവും അടുത്ത യാഥാർത്ഥ്യം. ഞാൻ അപ്രകാരം ഒരു ജീവിതത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഞാൻ അങ്ങനെ പിടിക്കപ്പെടുന്നെങ്കിൽ മാത്രമേ നമ്മളെ കുറിച്ച് ദൈവം വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു ക്രിസ്തീയത ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്ന് പറയുമ്പം നമ്മളെ ഓരോരുത്തരെയും ദൈവം പ്രതീക്ഷയോടെ വിളിക്കുകയും ഓരോ മീറ്റിങ്ങിലും നമ്മളെ ഈ ഒരു കാര്യം പറഞ്ഞ് എൻകറേജ് ചെയ്യുമ്പോഴും ദൈവം നമ്മളെ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവം വലിയ പ്രതീക്ഷയോട് ഇന്ന് രാവിലെ നമ്മളോട് സംസാരിക്കുന്ന പ്രകാരം നമുക്കതിനായിട്ട് നമ്മളെ ഓരോരുത്തരും കർത്താവേ, ഞാൻ എന്നെ തന്നെ ഓരോ സമയങ്ങളിലും അങ്ങനെ ക്രൂശെടുക്കാനായിട്ട് അനുവദിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ചില സമയങ്ങളിൽ അല്പം മിണ്ടാതിരിക്കേണ്ട സാഹചര്യങ്ങളിൽ മിണ്ടാതിരിക്കാനായിട്ടും, അല്ലെങ്കിൽ സാജുബാല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ ഒരു ചോദ്യങ്ങൾക്ക് ഒരു സിമ്പിൾ ചോദ്യത്തിന് 4 ഉത്തരങ്ങൾ പറയാതെ ഏറ്റവും ശരിയായ ഉത്തരം പറയുന്നതാണ് നമ്മുടെ വീടുകളിൽ തന്നെ എന്തുമാത്രം ഒരു ചോദ്യങ്ങൾക്ക് എന്തെല്ലാം വേണ്ടാത്ത ഉത്തരങ്ങളാണ് ഒരു ചോദ്യങ്ങൾക്ക് എത്ര ചോദ്യമാണ് നമ്മൾ മറു ചോദ്യമായി ചോദിക്കുന്നത്. എന്നാൽ നമുക്ക് ഏറ്റവും നമ്മൾ ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഒരു ഒറ്റ വാക്കിൽ തന്നെ ഉത്തരം പറഞ്ഞാൽ അതിനുള്ള ചോദ്യമായി നമ്മുടെ എടുത്തിയാടി പറയാനുള്ള നമ്മുടെ വെമ്പുന്ന ഒരു സെൽഫിന്റെ തലയ്ക്ക് ഒരു അടിയങ്ങളായി അങ്ങനെ നമുക്ക് ഓരോ ദിവസവും ഇതിനെ കൊന്ന് യേശുവിന്റെ ഒരു ശിഷ്യനായി ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാവശ്യം കൂടി എഴുന്നേറ്റ് നിൽപ്പാൻ തക്കണം ദൈവരിക്കുന്നില്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പിന്നെ 73-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. ആസാഫ് എഴുതിയ സങ്കീർത്തനമാണ്. സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ആസാഫ് ദൈവത്തിനായ മനുഷ്യൻ കടന്നുപോയതായ ചില സാഹചര്യങ്ങളെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഇതിന്റെ തുടക്കത്തിൽ ആസാഫ് ചുറ്റുമുള്ള ആൾക്കാരെ നോക്കിയിട്ട് താൻ ദൈവഭക്തിയിൽ ജീവിക്കുന്ന തൻ്റെ സാഹചര്യമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഇവിടെ നാം വായിക്കുന്നുണ്ട്. ആദ്യത്തെ വാക്യം കഴിഞ്ഞിട്ട് പിന്നീടുള്ള വാക്യങ്ങളിൽ 3 തൊട്ടുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നുമില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവിടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അങ്ങനെ പല വാക്യങ്ങൾ കൂടി മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള
മറ്റു പ്രയാസമില്ലാത്ത ആ സാഹചര്യങ്ങളെ നോക്കി താൻ ദൈവഭക്തിയിൽ ജീവിച്ചുകൊണ്ട് പിന്നീട് അതിന്റെ 14-ാം വാക്യത്തിൽ 13-14 വാക്യങ്ങൾ വരെ എഴുതിയിരിക്കുന്നു, ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു, ഉഷസ്സതോറും ദണ്ഡിക്കപ്പെട്ടിരുന്നു. ദൈവഭക്തിയിൽ ജീവിച്ചത് സാഹചര്യവും ചുറ്റുമുള്ള ദൈവഭക്തി ഇല്ലാത്ത ജീവിക്കുന്ന ദുഷ്ടന്മാരായി ജീവിക്കുന്നവരുടെ ജീവിതത്തിലെ പുഷ്ടിയും ആ സാഹചര്യമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കമ്പാരിസൺ ആണ് അവിടെ നടന്നു വരുന്നത്. എന്നാൽ ഈ സങ്കീർത്തനത്തിന്റെ അവസാന 22-ാം വാക്യത്തിലായി എത്തുമ്പോഴത്തേക്കും താൻ തന്നെ ഏറ്റുപറയുകയാണ്. 21-22 വാക്യങ്ങൾ പറയും, ഇങ്ങനെ എന്റെ ഹൃദയം വ്യസനിക്കുകയും എന്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു. നാമും പലപ്പോഴും ജീവിതത്തിൽ ഭൗതികമായ മറ്റുള്ളവരുടെ ജീവിതമായിട്ട് നമ്മളെപ്പോഴും പലപ്പോഴും കമ്പയർ ചെയ്ത് നമ്മുടെ അവസ്ഥകൾ പലപ്പോഴും ചില ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു കമ്പാരിസൺ, മറ്റുള്ളവരുടെ ലൈഫുമായിട്ടൊരു കമ്പാരിസൺ വന്ന് നമ്മളെ തന്നെ നിരാശപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സങ്കീർത്തനക്കാരനായ 22-ാം വാക്യത്തിൽ എത്തിച്ചേർന്നതുപോലെ പലപ്പോഴും നാം പിന്നീട് നമ്മളെ തിരിച്ചറിയും, ഞാൻ എന്ത് പൊട്ടനാണ്. നമ്മുടെ ആ അല്പത്തരത്തെ ഓർത്ത് നമുക്കൊരു തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ അതെ, നമുക്ക് ആ ഒരു ലെവലിലേക്ക്, ആ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും. എന്നാൽ അതിന്റെ 25-ാം വാക്യം ആയപ്പോഴത്തേക്കും സങ്കീർത്തനക്കാരൻ പറയുന്നു, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ലെന്ന്. ആ തുടക്കത്തിൽ ആ പരാതി പറഞ്ഞ മറ്റുള്ളവരെ നോക്കി പിറുപിറുക്കി അസൂയപ്പെടുകയും ചെയ്യുന്ന അതേ ഭക്തനായ മനുഷ്യൻ അതിന്റെ 25-ാം വാക്യത്തിൽ എത്തിപ്പീറുമ്പോൾ, ദൈവം എനിക്ക് സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് ഏറ്റുപറയാൻ തക്കണം. അത്രമാത്രം ദൈവത്തെ തന്നെ ആഗ്രഹിക്കുന്ന ആ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുവാൻ തക്കണം ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ക്രൂശിന്റെ വഴി പലപ്പോഴും നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആ കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ആഴം, ഇന്ന് നമ്മൾ കേട്ടതുപോലെ പുറനക്കാരനായ ശിമോന് ആ ഭാഗ്യം നിർബന്ധിച്ചുകൊണ്ടാണെങ്കിലും ആ ഭാഗ്യം ലഭിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, യേശുവിന്റെ ആ സ്നേഹത്തിന്റെ ആഴത്തെ നമുക്ക് ആഴം കൂടുതലായി വെളിപ്പെടുത്താത്തിടത്തോളം ഈ ക്രൂശിന്റെ വഴി പലപ്പോഴും നമുക്കൊരു പ്രയാസകരമായ ഒന്നായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൂടെയുള്ള മറ്റു ഈവൻ വിശ്വാസികൾ എന്ന് പറയുന്നവർ തന്നെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഞാൻ അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൊണ്ട് പിന്മാറുന്ന അവസ്ഥയാണ് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത് കടന്നു വരാം. ഓരോ ദിവസവും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടുതലായി ആ ദൈവസ്നേഹത്തിന്റെ ആഴത്തെ, യേശുവിന്റെ ആ രൂപത്തെ നമുക്ക് കൂടുതലായി വെളിപ്പെടുത്താനും അതുവഴി നമുക്ക് ക്രൂശിന്റെ വഴി ഒരു പ്രയാസകരമായ ഒന്നായിട്ട് തോന്നാതെ, നമ്മൾ എബ്രായ ലേഖനത്തിൽ 12-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ, എന്റെ കർത്താവിനെ പറ്റി പറയുന്ന പോലെ, എന്റെ കർത്താവ് തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്ന് വായിക്കുന്നു. അപ്പം നമ്മളെ നേടുന്ന ആ സന്തോഷം ഓർത്തപ്പോഴത്തേക്കും കർത്താവിന് ക്രൂശിനെ സഹിക്കുന്നത് ഒരു അതായി മാറി, അത് അവമാനം അലക്ഷ്യമാക്കി എന്ന് വായിക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് കൂടുതലായി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടുതലായി, യേശുവിന്റെ മുഖം കൂടുതലായി കാണുവാൻ, ദൈവനിഷ്ടം ചെയ്യുന്നതിന്റെ, ക്രൂശ് എടുക്കുന്നതിന്റെ പിന്നിലുള്ള യഥാർത്ഥമായ സന്തോഷം കൂടുതലായി വെളിപ്പെടുത്തി അതുവഴി ഈ ക്രൂശിന്റെ വഴി നമുക്ക് കൂടുതൽ ഏറ്റവും സന്തോഷകരമായ ഒന്നായി മാറ്റട്ടെ എന്ന് തീർക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ. ഞാൻ എൻ്റെ ലൈഫ് വെച്ച് നോക്കുവാണെങ്കിൽ ഈ നാളുകളിൽ ഒത്തിരി പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ വർഷം മുമ്പ് CBSEയുടെ ഭാഗമാകാനൊക്കെ കഴിഞ്ഞെങ്കിലും പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ നാളുകളിൽ എന്നെ പഠിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ സന്ദീപ് ആയിട്ടാണെങ്കിലും ഞാൻ ഇവനെയൊക്കെ വളരെ ചെറുപ്പം മുതലേ ഞങ്ങൾ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ വേറെയായിട്ട് നേരിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ വരാൻ പറ്റുമെന്നും, അല്ലെങ്കിൽ ഇങ്ങനെ സഭയിൽ ഇവിടെയൊക്കെ വരാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ഞാൻ അവിടെ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഇന്നിപ്പോൾ ചില ആഴ്ചകളായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ പലതും എനിക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് തോന്നാറുണ്ട് എന്നോട് സംസാരിക്കുന്നതായിട്ട്. അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആലപ്പുഴ മീറ്റിംഗ് കൂടിയപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് സമയം എൻ്റെ ഒരു ചെറിയ ടെസ്റ്റിമോണി പറയാനായിട്ട് ഞാൻ എൻ്റെ തലേദിവസം ഒരാളായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനികൾ രണ്ടായിട്ടാണ്. ക്രിസ്ത്യാനികൾ എന്താ നിങ്ങൾക്ക് ലക്ഷ്യം? നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടോ?
അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് എന്താണ് ലക്ഷ്യം, ഗോൾ എന്താണ്? എന്നിട്ട് അവർ തന്നെ മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണം എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാന് ഞാനങ്ങനെ അങ്ങനെ അങ്ങനെ കാട് കയറിയൊന്നും ചിന്തിച്ചില്ല. ഓക്കെ, അപ്പൊ അതായിരിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല. അപ്പൊ യേശു ക്രിസ്തു അനേക ചരിത്ര പുരുഷന്മാരിൽ ഇപ്പൊ ഇന്ന് ബേറ് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുമായിരുന്നു, ഒരാള്, അതുപോലെ പലരിൽ ഒരാള്, അത്രേ ഉള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോ ഒരു അവിശ്വാസം പോലെ അങ്ങനെ സംസാരിച്ചു. അപ്പൊ പക്ഷെ സൺഡേ നമ്മള് ആലപ്പുഴ മീറ്റിംഗില് യേശുവിനെ നമ്മൾ അനുഗമിക്കുന്ന, ക്രൂസ് എടുക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു മറ്റേ തലേദിവസത്തെ തോട്ട് ഇങ്ങനെ എന്നെ വല്ലാതെ ഇങ്ങനെ ബാധിച്ചായിരുന്നു. പക്ഷെ കഴിഞ്ഞ സൺഡേ വീണ്ടും സാജുവേർ അവിടെ വന്നപ്പോ ഈ കാര്യത്തിൽ തന്നെ സംസാരിച്ചു. അപ്പൊ ആ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പ് കിട്ടി. അപ്പൊ അതിന് മുമ്പ് നടന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആലപ്പുഴ ആലപ്പുഴ ചർച്ച തന്നെ ഒരു ബേർ എന്നെ അടുത്ത് ഷെയർ ചെയ്തതാണെന്നു. ഇന്ന് ബേർ വായിച്ച 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലെ വാക്യം, അതിലാണ് എന്നെ കഴിഞ്ഞ ആഴ്ച എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഉറപ്പിച്ചതും ഒക്കെ ആ കാര്യത്തിലായിരുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എന്നൊരു വാക്യം. അതിനകത്ത് അതിന്റെ 18-19 ഈ ആയുസിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ പ്രത്യാശയുള്ളൂ എങ്കിൽ നാം സകല മനുഷ്യരിലും ദയനീയരത്രേ. ആ വാക്യങ്ങള് അപ്പോ എന്റെ അടുത്ത് ആലപ്പുഴ പോലെ എന്റെ ജോബാണ് എന്റെ അടുത്ത് ഷെയർ ചെയ്തത്. യേശു ഒരു ചരിത്ര പുരുഷനാന്ന് പറയുമ്പോഴും പക്ഷെ അതിനെ വ്യത്യസ്തമാക്കുന്നത് യേശുവിന്റെ കല്ലറയെന്നും ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പ്, അങ്ങനെ ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. കാര്യം കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളും ഈ കാര്യത്തിനെ തന്നെ കണ്ടിന്യൂ ചെയ്തപ്പോൾ എനിക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് തോന്നി. പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്കിങ്ങനെ വളരെ സ്പെസിഫിക് ആകുമ്പോൾ ഞാൻ ആ ഒരു രക്ഷയുടെ ആ ഒരു ഉറപ്പില് എനിക്ക് വരാനായിട്ട് ദൈവം കൂടുതൽ എന്നെ സഹായിച്ചു. ഇന്ന് ഞാൻ വായിച്ച ഒരു വാക്യം കൂടിയാണ് ഇന്ന് എന്നെ ചിന്തിപ്പിച്ച്, ഇന്ന് ഞാൻ രാവിലെ മെഡിറ്റേറ്റ് ചെയ്ത ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. റോമർ 5-ന്റെ 5-ാമത്തെ റോമർ 5. അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖേന നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അദ്ദേഹത്തിലൂടെയാണ് നാം ഇപ്പോൾ നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ നാം ആനന്ദിക്കുന്നു. ആസ് എ ക്രിസ്ത്യൻ ഒരു ആനന്ദം എന്ന് പറയുന്നത് ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ മാത്രമാണ് നമ്മൾ ആനന്ദിക്കുന്നത്. അത് മാത്രമല്ല, അത് കഷ്ടതയാണെങ്കിലും നമ്മുടെ കഷ്ടതയിലും നാം ആനന്ദിക്കുന്നു. കാരണം അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് എന്തുകൊണ്ടെന്നാൽ സഹിഷ്ണുത പരിപക്വത പ്രത്യാശ ഉളവാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ആനന്ദം എന്ന് പറയുന്നത് പ്രത്യാശ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ ദൈവം എന്നെ വീണ്ടും ഓർപ്പിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. I thank the Lord for giving me this opportunity to stand here. We heard of the Simon of Cyrene and of how he became a Christian and how he had witnessed the face of Jesus Christ while carrying the cross. But he was able to witness that face or that experience that none of us would have ever got. But now in these times that we live in, we must by faith, if we can believe that Christ is still looking at our face the same way that he has looked at Simon and all other Christians that have grown and has been a forerunner for us in these days, then it's much more of a greater glory and so much
and that is much more wonderful and വലിയ അത്ഭുതകരമായിട്ടുള്ള വിജയകരമായിട്ടുള്ള കാര്യമായി മഹത്വകരമായിട്ടുള്ള കാര്യമായി മാറും. and it's really blessed to actually live that life. എനിക്ക് അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ സാധിക്കുന്നത് വലിയ സന്തോഷവും അനുഭവവും. And I want to just I would just like to just read that verse again that Brother Belji read. ബെൽജി ബ്രദർ വായിച്ച ആ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. Even that too has been an encouragement for me right now after I read that from 15 or chapter 15 verse 14 to 19. 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും വായിച്ചപ്പോൾ എനിക്ക് ഉത്സാഹമായിരുന്നു. It tells us to look at Christ not as someone who's dead, and that is what makes Christianity so much significant. മരിച്ചുപോയ ഒരു യേശുവിനെ ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവിനെ കാണുന്ന ആ ഒരു ക്രിസ്തീയത, അതാണ് ക്രിസ്തീയതയെ എല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി തീർക്കുന്നത്. When the world around me and the people around me say, Stephen, why are you believing in Christ? Why are you saying that you're a Christian? എനിക്ക് ചുറ്റുമുള്ള ആളുകളെല്ലാം ലോകമെല്ലാം നീ എന്താണ് ക്രിസ്ത്യാനി എന്നതിനെ കുറിച്ച് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ I want to say that it's because my Lord, my Savior Jesus Christ died for me and rose again after 3 days so that I could live in the glory of Jesus Christ with my Lord, my Savior, with God, my Father, and the Holy Spirit. യേശു കർത്താവ് മരിച്ച 3 നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും എനിക്കുള്ളിൽ ജീവിക്കുന്നു. അതുകൊണ്ട് എനിക്ക് യേശുവിനോട് പിതാവിനോട് പരിശുദ്ധാത്മാവിനോട് കൂടി ജീവിക്കാൻ സാധിക്കുന്നു. വളരെ കാര്യം. And looking back when I was just being saved, this was the same thing that I had promised to myself, that I would live a life where I become the fourth man in that fellowship of Christ. ഞാൻ രക്ഷിക്കപ്പെടുന്ന ആ സമയങ്ങളില് ഞാനും പിതാവിനോട് പറഞ്ഞു പുസ്തകത്തില് അത് കഴിഞ്ഞിട്ട് നാലാമതായിട്ട് ദൈവത്തോടുള്ളൊരു കൂട്ടായ്മയുള്ളൊരു മനുഷ്യനായിട്ട് ഞാനും മാറണം. Again, I would like to read that verse in Acts chapter 20, verse 24. പുസ്തകത്തിൽ 20-24 ഇതിൽ കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. But life is worth nothing unless I use it for doing the work assigned me by the Lord Jesus. യേശു എനിക്കായിട്ട് നിയമിച്ച ആ ഒരു ദൗത്യം ചെയ്യുന്നതും വരെ എന്റെ ജീവിതം വ്യർത്ഥമായി മാറും. The work of telling others the good news about God's mighty kindness and love. ദൈവത്തിന്റെ വലിയ ദൈവനെ കുറിച്ചും സ്നേഹത്തെ കുറിച്ചും പറയുന്ന ആ വലിയ ദൗത്യം ചെയ്യുന്നത്. I want to live a life that is completely given to God and completely submitted to Christ, and to live a life that is completely in humility and in love, so that I can give my whole life as an offering to Christ, and so that He can use something, He can claim it as a possession. എന്റെ ജീവിതം സമ്പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും കർത്താവിനായിട്ട് ജീവിക്കണം. കർത്താവിനെ ഒരു സ്വന്തം സമ്പാദ്യമായിട്ട് ഞാൻ മാറി തീർത്തിട്ടുള്ളതാണ്. And I have nothing to say that it's because of my speciality. എന്റെ പ്രത്യേകത കൊണ്ടല്ല അത് നടക്കുന്നത്. All I can say is that I was nothing. I was an absolute zero, but Christ, in His out of His love for a complete sinner like me, came down into the world and died in the most cruel way that man could ever think of. എനിക്ക് കർത്താവ് നമുക്ക് മനസ്സിലാക്കുന്നതിലും ഉപരിയായിട്ട് കർത്താവ് അതുപോലെ ഏറ്റവും മനുഷ്യനെ നേരിടുന്നതിൽ ഏറ്റവും ക്രൂരമായ ഒരു മരണം കർത്താവിനായിട്ട് ഏറ്റെടുത്തു. And I want to live a life where I always see Christ who died for me on that cross in the most wretched way that anyone could think of. And still, at that point when He was weak and tortured, He looks at me and says, Stephen, I have died, I have suffered this much so that you could live with me in the paradise. അതിഭീകരമായ രീതിയിൽ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. ആ ക്രൂശിലിരിക്കുന്ന സമയത്ത് കർത്താവിനെ നോക്കി
സ്റ്റീഫൻ, എനിക്ക് വേണ്ടിയാണ് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇതുപോലെ മരിച്ചത്, ഈ പ്രദേശത്ത് എന്നോടൊപ്പം ആയിരിക്കട്ടെ എന്ന് പറയുന്നത് കർത്താവിന്റെ സ്നേഹം. And I want always to keep my eyes upon Jesus. And so please pray for me to really live a life of humility and to live and to love everyone just like how Christ loved me. ഇപ്പോഴും യേശുവിനെ നോക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും താഴ്മയിലും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. May the Lord help us. Amen. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടതായ പ്രേരണക്കാരനായ ഷിമോന്റെ കാര്യമാണ്. ഒരു തോമസ് ബ്രദർ പറഞ്ഞു, അതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് പറഞ്ഞത്, കർത്താവിൻ്റെ പുറകിന് താൻ ഒരു ക്രൂശെടുത്തുകൊണ്ട് പോയെന്ന്. അവനെ കമ്പനി ചെയ്തിട്ടാണ് എടുത്തതെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്. അവനത് ചെയ്തത് ദൈവം അവനെ അപ്പോയിന്റ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവന്റെ ദൗത്യം അവൻ ചെയ്തു. അവസാനം അവൻ്റെ എൻ്റെ വളരെ ശോഭനമായ ഭാവിയിലേക്ക് വന്നു എന്ന് ഞാൻ കേട്ടു. അതിനുശേഷം ജോർജ് ബ്രദർ ഷെയർ ചെയ്തതിന് ശേഷം സംഗീതം കേട്ടപ്പോൾ വേറൊരു സഹോദരൻ കയറി വന്ന് പറഞ്ഞു, എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ നാം തോന്നുന്നു. അതെ, 4 മുതൽ 4 മുതൽ വാക്യമാണ് അത്. പിന്നെ 6-ാമത്തെ വാക്യമാണ്, ഇഫ് ദേ fall away to renew them again to repentance, since they crucify again for themselves to the Son of God and put him to an open shame. ഞാൻ മുഖാന്തരം ഒരിക്കലും എൻ്റെ കർത്താവിനെ ഓപ്പൺ ഷെയിമിലേക്ക് പോകാതിരിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്? പല ആൾക്കാരും കർത്താവിൽ നിന്ന് അകന്നു പോകുന്നതായ അവസ്ഥ ഉണ്ട്. ഇപ്പോഴും ബാക്ക് സ്ലൈഡേഴ്സ് ആർ ദർ, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ അവേ. മേ ഗോഡ് ഹെൽപ് മീ ടു കീപ് ഇൻ ദിസ് ഫെയ്ത്ത് ടിൽ മൈ എൻഡ്. പിന്നെ കാരണമായ ശീമോനെ യേശുവിന്റെ മുഖം കണ്ടപ്പോഴ് പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന അവനെ ഫോഴ്സ്ഫുള്ളായിട്ട് അവിടെ നിർത്തി എന്നായിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പം യേശുവിൻ്റെ ആ മുഖം കണ്ടപ്പോഴ്, സ്നേഹത്തോടുകൂടിയുള്ള കരുണയുള്ള മുഖം കണ്ടപ്പോഴ് അവന്റെ രക്ഷിതാവിനെയാണ് അവൻ കണ്ടത്. യേശുവിനെ പിൻപറ്റിയായിരുന്നു. നിരന്തരം എല്ലാ ദിവസവും യേശുവിന്റെ മുഖം കാണണം, യേശുവിൽ നിന്ന് കേൾക്കണം, യേശുവിനെ അനുസരിക്കണം, യേശുവിനെ അനുഭവിക്കണം. ഇത് ചെയ്യാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. ക്രൂശനുഭവത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും ഒക്കെ ഓർമ്മകളിലൂടെ കടന്നു പോകുന്ന ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ സെൽഫ് ആണ് മരിക്കേണ്ടത്. സെൽഫ് മരിച്ചതിന് ശേഷമാണ് അവിടെ ഒരു സിംബോളിക്കായിട്ടുള്ള നമുക്കൊരു റിസറക്ഷൻ വരുന്നത് എന്നുള്ളതാണ്. നമ്മളവിടെ ദൈവം കാട്ടിത്തന്ന ഹ്യൂമിലിറ്റി, അതുപോലെ തന്നെ സ്നേഹം, ആ കാര്യങ്ങളിലൂടെ നമ്മുടെ സെൽഫ് എല്ലായ്പ്പോഴും സെൽഫ് ഇങ്ങനെ മത്സരിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ വളരെ ബോധപൂർവം വളരെ തന്ത്രപരമായ നമ്മുടെ മനസ്സെന്നൊക്കെ മനഃശാസ്ത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തന്ത്രപരമായ നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മുടെ സെൽഫ് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് പിൻവാങ്ങുമെങ്കിലും പിന്നെ അൺനോയിങ്ങിൽ വീണ്ടും അത് പ്രബലമാകുന്ന ഒരു രീതി അങ്ങനെ മുമ്പോട്ട് പോകുന്നതാണ്. അന്നേരം അവിടെ തീർച്ചയായിട്ടും ആ സെൽഫിനെ ഓവർകവർ ചെയ്ത് ദൈവത്തിന്റെ ഹ്യൂമിലിറ്റി, സ്നേഹം കൊണ്ട് അവിടെ ഒരു റിസറക്ഷൻ ഉണ്ടാകണം. അതിന് നമ്മളെല്ലാവർക്കും ഉള്ള ആ ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അന്നേ പറയും കേട്ടത് നമ്മള് കുറിയനിക്കാരനായ ശിമോനെ കുറിച്ചും യേശുവിനുള്ള മുഖത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേട്ടത്. കുറിയനിക്കാരൻ ശിമോൻ അത്രയും ലിബിയയിൽ നിന്ന് അത്രയും ദൂരെ നിന്ന് പെസഹ കൂടാൻ വന്നപ്പോൾ വഴിയരികിൽ ആണ് യേശുവിനെ കണ്ടതും ആ കുരിശ് ചുമപ്പാൻ ഇടയായതും ശീമോനെ കുരിശ് ചുമപ്പാൻ ഒരു ആഗ്രഹമില്ലായിരുന്നു. പറഞ്ഞ
അവിടുത്തെ റോം പടയാളികളെല്ലാം വിളിച്ചതാണ് ശീമോനെ കുരിശ് ചുമപ്പാൻ ബലമായി കുരിശ് ചുമപ്പിച്ചെന്നാണ് പറയുന്നത്. അത് നമ്മുടെ നമുക്കും യേശുവിനെ അനുഗമിക്കണമെന്നാണ് എനിക്കിന്ന് മനസ്സിലായത്. നമ്മുടെ കുരിശെന്ന് പറഞ്ഞാൽ നമ്മുടെ കഷ്ടതകളും നമ്മുടെ കഷ്ടതകളും ത്യാഗങ്ങളും വിശ്വാസ ത്യാഗങ്ങളിൽ നിന്നാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെ നമ്മുടെ കുരിശെന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം യേശുവിനെ അനുഗമിക്കണമെങ്കിൽ അത്രയും ചെയ്യണം. പിന്നെ ലൂക്കോസ് 9:23 പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ശീമോൻ യേശുവിന്റെ പിന്നാലെ കുരിശെടുത്തു. നമ്മളും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ എടുക്കണമെന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ ഈ ലോകത്തിലോട്ട് വിട്ടേക്കുന്ന നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് യേശുവിനെ നമ്മളെ റെപ്രസെന്റ് ആയിട്ട് കാണിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം നമ്മൾ റെഡി ആയാലും അല്ലെങ്കിലും നമുക്ക് ബലമായി നമ്മളെ ദൗത്യത്തിലേക്കാണ് യേശു അയച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്.